ഹലോ മിസ് അങ്ങനെ വീണ്ടും ഒരു 200+ റൺ ചേസ് നമ്മൾ ഇന്നലെ IPL കണ്ടു. IPL ഈ സീസണിൽ 11ാം തവണയാണ് ഒരു 200 എബോവ് സ്കോർ ചേസ് ചെയ്തൊരു ടീം ജയിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 225 റൺസ് വിജയലക്ഷ്യം ഡൽഹി ക്യാപിറ്റൽസുകളും 19.1 ഓവറിൽ ഒരു 3 വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു സ്കോർ മറികടക്കുകയായിരുന്നു. ഞാനൊരു കാര്യം പറയാട്ടെ, ഈ ഡൽഹി ക്യാപിറ്റൽസ്, രാജസ്ഥാൻ റോയൽസ്, അതുപോലെ പഞ്ചാബ് കിങ്സ്, സൺറൈസേഴ്സ് എന്നിവരുടെ ബോളർമാരെ കൂട്ടി ഒരു മേളം കൂടി നടത്താൻ, ഒരു ചെണ്ടമേളം നടത്താൻ ഉള്ള ഒരു പ്ലാൻ എനിക്കുണ്ട്. കാരണം ഇത്രയധികം റൺസ്, അതായത് ഇവരുടെ കളികൾ എടുത്തു നോക്കിയാൽ ഓവർ 200 റൺസ് അബോവാണ് ഒരു ഇതെല്ലാ മാച്ചുകളിലും വന്നത്. ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് മറ്റാരുമല്ല, ഡൽഹിയുടെ സൂപ്പർ സ്റ്റാർ KL രാഹുലാണ്. പുള്ളി 40 പന്തിൽ 6 ഫോറും 5 സിക്സും ഉൾപ്പെടെ 75 റൺസാണ് ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി നേടിയത്. കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനോട് 4 റൺസിന് പുറത്തായതിൻ്റെ ക്ഷീണം ഇന്നലെ രാജസ്ഥാൻ റോയൽസിനോട് തീർത്തു എന്നാണ് പറയുന്നത്. ഇതോടെ ഓറഞ്ച് ക്യാപ്പും പുള്ളിയുടെ തലയിലായി. 9 ഇന്നിങ്സുകളായി 433 റൺസാണ് KL രാഹുൽ ഇതുവരെ ഈ സീസണിൽ നേടിയത്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന RR vs DC മത്സരത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷം വീഡിയോ തുറന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യുക. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിൻ്റെ വൈഭവ് സൂര്യവംശിക്കും SSCനെതിരെ ഈ സീസണിൽ ആദ്യമായി ഡൽഹിക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങിയ മിച്ചൽ സ്റ്റാർക്ക് ആദ്യ ബോളിൽ തന്നെ പന്തെറിയുമായിരുന്നു. ആദ്യ ബോളിൽ തന്നെ സിക്സറിന് കൊടുത്തി SSCന് മിച്ചൽ സ്റ്റാർക്കിനെ വെൽക്കം ചെയ്തു. എന്നാൽ മൂന്നാം ബോളിൽ SSCന്റെ വിക്കറ്റ് എടുത്ത് ഈ മോൻ വന്നത് ചുമ്മാതങ്ങ് പോകാനല്ലാന്ന് തെളിയിച്ചു കൊടുത്ത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ കിടിലൻ കംബാക്ക്. തൊട്ടടുത്ത ബോളിൽ തന്നെ വൈഭവ് സൂര്യവംശിയും പുറത്താക്കി KL ജാമിസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ തകർപ്പൻ ഓപ്പണിംഗ് ജോഡികളെ പവർ പ്ലേയിൽ തന്നെ ഒതുക്കി. വൈഭവ് സൂര്യവംശിയെ പുറത്താക്കിയപ്പോൾ KL ജാമിസൻ്റെ ഒരു അഗ്രസീവ് സെലിബ്രേഷനൊക്കെ നമ്മൾ നല്ല കണ്ടു. കാരണം ആ ഒരു വിക്കറ്റ് എത്രത്തോളം പ്രസക്തി ഉള്ളതാണെന്ന് ആ ഒരു സെലിബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാം. അതും ഇത്രയും ചെറിയൊരു പയ്യനെ പുറത്താക്കിയപ്പോൾ ഇത്രയും സീനിയർ പ്ലെയറായ ജാമിസൺ ഇങ്ങനെയൊരു സെലിബ്രേറ്റ് ചെയ്ത് തീർച്ചയായും ആ ഒരു വിക്കറ്റിൻ്റെ ഒരു പവർ ഉള്ളത് തന്നെയാണ്. അങ്ങനെ തുടക്കത്തിലെ തകർച്ച നേരിട്ട രാജസ്ഥാൻ്റെ ഇന്നിങ്സിന് കരുത്തായി ക്യാപ്റ്റൻ റിയാൻ പരാഗും വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജുറലും ഇരുവരും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ 102 റൺസിൻ്റെ പാർട്ണർഷിപ്പ് രാജസ്ഥാന് ഒരു മികച്ച സ്കോറിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ 12ാം ഓവറിൽ ഡൽഹി ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ധ്രുവ് ജുറലിനെ പുറത്താക്കി ഡൽഹിക്കൊരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു. ധ്രുവ് ജുറൽ ഇന്നലെ 30 പന്തിൽ 4 ഫോറും 1 സിക്സും ഉൾപ്പെടെ 42 റൺസാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നേടിയത്. സ്ഥാനക്കയറ്റം കിട്ടി വന്ന രവീന്ദ്ര ജഡേജയെ തൻ്റെ സെക്കൻഡ് സ്പെല്ലിൽ അറിയുമെന്ന മിച്ചൽ സ്റ്റാർക്ക് പുറത്താക്കിയും ആ ഓവറിൽ തന്നെ ക്യാപ്റ്റൻ റിയാൻ പരാഗിനെയും മിച്ചൽ സ്റ്റാർക്ക് പുറത്താക്കി തൻ്റെ ഒരു ഈ സീസണിലൊരു തുടക്കം സ്റ്റാർക്ക് ഗംഭീരമാക്കി എന്ന് പറയും. റിയാൻ പരാഗിൻ്റെ ഒരു കിടിലൻ ഇന്നിങ്സാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കണ്ടത്. പുള്ളി 50 പന്തിൽ 8 ഫോറും 5 സിക്സും ഉൾപ്പെടെ 90 റൺസാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽ. അതായത് ഈ സീസണിലൊരു മികച്ച ഒരു ഇന്നിങ്സ് കണ്ടത് ഇന്നലെയാണ് ക്യാപ്റ്റൻ റിയാൻ പരാഗിൻ്റെ. അത് ഏറ്റവും പ്രസക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു. ഡ്രസ്സിംഗ് റൂമിലിരുന്ന് സിഗരറ്റ് വലിച്ചതിൻ്റെ പേരിലൊരു ചെറിയ വിവാദങ്ങളും കാര്യങ്ങളും ഫൈനടക്കം പുള്ളിക്ക് ലഭിക്കുന്നുണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കിടിലൻ ഇന്നിങ്സ് റിയാൻ പരാഗിൻ്റെ രാജസ്ഥാന് വേണ്ടി വന്നത്. അങ്ങനെ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ പുള്ളി ഈ ഒരു ഇന്നിങ്സിലൂടെ മാറ്റുന്നതാണ് പറയാം. ഒരു പക്ഷേ ഈ മത്സരം രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിരുന്നെങ്കിൽ പ്ലെയർ ഓഫ് ദ മാച്ച് തീർച്ചയായും ക്യാപ്റ്റൻ റിയാൻ പരാഗ് തന്നെ ആയേനെ. എന്നാൽ 6ാമതായി ഇറങ്ങിയ ഡനോമൻ ഫെഡറേറ്റഡ് ഇന്നിങ്സ് എടുത്ത് പറയേണ്ടതെന്ന് തന്നെയാണ്. 14 പന്തിൽ 2 ഫോറും 6 സിക്സും ഉൾപ്പെടെ 47 റൺസാണ് ഡനോമൻ ഫെഡറേറ്റഡ് ഇന്നലെ ഡൽഹിക്കെതിരെ അടിച്ച് മികച്ചൊരു സ്കോറിലെത്തിക്കാനും രാജസ്ഥാൻ സഹായിച്ചത്. ഇന്നലെ ഡൽഹി ബോളർമാരിൽ കുറച്ചെങ്കിലും പേരപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച സീസണിൽ ആദ്യമായി കളിക്കുകയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്ക്, അതുപോലെ തന്നെ ക്യാപ്റ്റൻ അക്ഷർ പട്ടേലിന് മാത്രമാണ്. മിച്ചൽ സ്റ്റാർക്ക് 4 ഓവറുകൾ 40 റൺസ് മാത്രം ഇട്ടുണ്ടെങ്കിൽ 3 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ 4 ഓവറിൽ 39 റൺസ് മാത്രം ഇട്ടുണ്ടെങ്കിൽ 1 വിക്കറ്റ് എടുക്കാൻ സാധിച്ചു. എന്നാൽ നടരാജൻ 4 ഓവറിൽ വിട്ടു കൊടുക്കുന്നത് 54 റൺസാണ്. അതുപോലെ KL ജെയിംസിനും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ വിട്ടു കൊടുത്തത് 48 റൺസ്. അങ്ങനെ രാജസ്ഥാനും ഉയർത്തിയ ഒരു വൺ ടോട്ടലും പറയാനില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു ടോട്ടലേ അല്ല, കാരണം എടുക്കാവുന്ന ഒരു സ്കോർ തന്നെയാണ്. പ്രത്യേകിച്ച് ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹി ബാറ്റർമാരായ രാഹുലും അതുപോലെ നിസംഗ, നിതീഷ് റാണ എന്നിവരൊക്കെ ഉള്ളപ്പോൾ ഇതൊന്നും അത്ര വലിയ സ്കോറൊന്നുമല്ല. അങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് പാറ്റും നിസംഗയും KL രാഹുലും നിസംഗയും ചേർന്ന് മികച്ചൊരു തുടക്കമാണ് ഡൽഹിക്ക് നൽകിയത്. ഇരുവരും ആദ്യ വിക്കറ്റിൽ കൂട്ടിച്ചേർന്നത് 110 റൺസാണ്. അതൊരു മികച്ച സ്റ്റാർട്ട് തന്നെ ഡൽഹിക്ക് നൽകാൻ സാധിച്ചു. എന്നാൽ 10ാം ഓവർ അറിയുന്ന രവീന്ദ്ര ജഡേജ
പാറ്റ് നിസംഗയെ പുറത്താക്കി രാജസ്ഥാൻ റോയൽസിന് ഒരു ബ്രേക്ക് നൽകിയിരുന്നു. പാറ്റ് നിസംഗയുടെ നല്ലൊരു കിടിലൻ ഇന്നിങ്സ് തന്നെയായിരുന്നു കണ്ടത്. 33 പന്തിൽ 6 4 3 6 ഉൾപ്പെടെ 62 റൺസാണ് ഇന്നലെ പാറ്റ് നിസംഗ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി. പിന്നീട് വൺഡൗണായി വന്ന നിതീഷ് റാണയും കെ എൽ രാഹുലും ചേർന്ന് 2ാം വിക്കറ്റിൽ 61 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഡൽഹിയെ വിജയത്തിൽ എത്തിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. 15ാം ഓവറിൽ നിതീഷ് റാണയെ പുറത്താക്കി തുഷാർ ദേശ്പാണ്ഡെയും 16ാം ഓവറിൽ കെ എൽ രാഹുലിനെ പുറത്താക്കി ജോഫ് ആർച്ചറും രാജസ്ഥാൻ റോയൽസിന് ചെറിയൊരു പ്രതീക്ഷ നൽകിയെങ്കിലും ആ പ്രതീക്ഷകളൊക്കെ ഇല്ലാതാക്കി 4ാം വിക്കറ്റിൽ ഒത്തുയർന്ന ക്രിസ്റ്റൻ സ്റ്റബ്സും അശുതോഷ് ശർമ്മയും ഇരുവരും ചേർന്ന് 4ാം വിക്കറ്റിൽ 49 റൺസ് പാർട്ട്ണർഷിപ്പ് രാജസ്ഥാൻ റോയൽസിനെ അവസാന ഓവറിൽ വിജയത്തിൽ എത്തിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 3 മത്സരങ്ങളും തോറ്റു വന്ന ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഒരു കംബാക്ക് കണ്ടൊരു മാച്ചും കൂടിയായിരുന്നു ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെതിരെ. ഇതോടെ അവർ 8 പോയിന്റുമായി, അതായത് CSK മറികടന്ന് പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്ത് 8 പോയിന്റുമായി അവർ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കുകയും ചെയ്തു. രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു മോശം ബൗളിംഗ് വേർഷൻ തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. കാരണം സീസണിലുടനീളം അത്യാവശ്യം ഒരു നല്ലൊരു ബോളിംഗ് കാഴ്ചവെച്ച ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ്. എസ്പെഷ്യലി ജോഫ് ആർച്ചറിൻ്റെ ഒക്കെ നല്ലൊരു ഫോം തന്നെയായിരുന്നു ഈ സീസണിലുടനീളം പിന്തുടർന്നത്. പക്ഷേ ജോഫ് ആർച്ചർ ഇന്നലെ 4 ഓവർ വിട്ടുകൊടുത്ത് 46 റൺസാണ്, ഒരു വിക്കറ്റ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ഏറ്റവും എക്സ്പെൻസീവ് ബോളറായത് 3 ഓവറിൽ 41 റൺസ് വിട്ടുകൊടുത്ത നേന്ദ്ര ബർഗറാണ്. അതായത് അത്യാവശ്യം നല്ല ഫോമിലുള്ള ബോളർ തന്നെയായിരുന്നു നേന്ദ്ര ബർഗർ. പക്ഷേ ഇന്നലെ 3 ഓവറിൽ വിട്ടുകൊടുത്ത 41 റൺസ്. കുറച്ചെങ്കിലും തമ്മിൽ ഭേദം പറയുന്നത് തുഷാർ ദേശ്പാണ്ഡെ മാത്രമാണ്. 4 ഓവറിൽ 38 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. വെറും 2 ഓവർ മാത്രമാണ് രവി വിഷ്ണു ഇന്നലെ വിട്ടുകൊടുത്ത് 28 റൺസ്. ഇന്നലത്തെ മത്സരം രാജസ്ഥാൻ റോയൽസ് തോറ്റെങ്കിലും 12 പോയിന്റ് വേണ്ടി അവർ 4ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.